എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഡയന നോബിൾ, തിരുവനന്തപുരം പേരൂർക്കട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ENT സ്പെഷ്യലിസ്റ്റായി പ്രവർത്തിക്കുന്നു. ലോകാരോഗ്യ സംഘടന 2007 മുതൽ എല്ലാ വർഷവും മാർച്ച് 3 ലോക കേൾവി ദിനമായി ആചരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് 6.3% ജനങ്ങൾ കേൾവിക്കുറവ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ്, എംപവർ യുവർ സെൽഫ് ടു മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ എന്നുള്ളതാണ്. ഇതിനു വേണ്ടി നമ്മളെ എംപവർ ചെയ്തൊക്കെവണ്ണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേൾവിക്കുറവ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങൾ ഏത് പ്രായത്തിലും ഉണ്ടാകാം എന്നുള്ളതാണ്. കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്ന കേൾവിക്കുറവ് എത്രയും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ അത് അവരുടെ സംസാരത്തെയും വ്യക്തിത്വ വികാസത്തെയും സാരമായി ബാധിക്കും. നവജാത ശിശുക്കളെ എല്ലാം കേൾവി പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതാണ്. എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇത് സൗജന്യമായി ലഭ്യമാണ്. അങ്ങനെ കേൾവിക്കുറവ് കണ്ടെത്തുന്ന കുട്ടികൾക്ക് അവർക്ക് തക്കതായിട്ടുള്ള ഒരു ഹിയറിംഗ് എയ്ഡ് നൽകുകയും അതിനുശേഷം സ്പീച്ച് തെറാപ്പിക്ക് വിധേയരാക്കുകയും ചെയ്യേണ്ടതാണ്. ആവശ്യമെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലെയുള്ള സർജറികളും ഇപ്പോൾ ലഭ്യമാണ്. കുറച്ച് മുതിർന്ന കുട്ടികളിൽ പനിയും ജലദോഷവും മറ്റും ഉള്ളപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതും കേൾവിക്കുറവ് ഉണ്ടാക്കാം. എന്നാൽ യഥാസമയം ചികിത്സിച്ചാൽ അതും കേൾവിക്കുറവ് ഒഴിവാക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കേൾവിക്കുറവ്. പടക്കം പൊട്ടിക്കുന്നതും ഉച്ചഭാഷണികളുടെ ഉപയോഗവും മൊബൈൽ ഫോണിന്റെയും ഹെഡ്സെറ്റിന്റെയും അമിത ഉപയോഗവും എല്ലാം തന്നെ ഇതിന് കാരണങ്ങളാണ്. പിന്നെ വലിയൊരു ശതമാനം ആൾക്കാർ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന കേൾവിക്കുറവ് അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഒറ്റപ്പെടൽ അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആവശ്യമായ കേൾവി പരിശോധനകൾ നടത്തി അവർക്ക് അനുയോജ്യമായ ഒരു ഹിയറിംഗ് എയ്ഡ് അഥവാ കേൾവി സഹായി വെക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഇത്തവണത്തെ ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം പോലെ നമുക്ക് ചെവിയെയും കേൾവി സംബന്ധമായ അസുഖങ്ങളെ കുറിച്ചുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാം. നമുക്ക് സ്വയം ബോധവാന്മാരാകാം. ആ അറിവ് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകാം. And let's make ear and hearing care a reality for all. നന്ദി, നമസ്കാരം.